ഇപ്പം ചേച്ചി ഇങ്ങോട്ട് വരുന്നതിലാണെന്നുണ്ടെങ്കിലും ആളുകൾക്ക് എതിർപ്പായിരുന്നു. അതായത് ആളുകൾ നോക്കിക്കാണുന്നത് സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു പൊതുസ്വത്താണ്. സുധിച്ചേട്ടന്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കൂടി അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ വിചാരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞിട്ടല്ലേ. ഇതിനു മുന്നേ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ആ ലോക്ക്ഡൌൺ ടൈമിലൊക്കെ വന്നായിരുന്നു സുധിച്ചേട്ടൻ. അന്നീ പറഞ്ഞവരാരും ഇല്ലായിരുന്നല്ലോ. 1 രൂപ കൊണ്ട് തന്നു. ഞങ്ങൾ എന്റെ വീട്ടുകാരും ഞാനും മാത്രമേ ഉള്ളായിരുന്നു സുധിച്ചേട്ടൻ, മക്കളും. വേറെ ആരും 1 രൂപ തന്ന് സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു. സഹായിച്ചവരെല്ലാം കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളായിരുന്നു. അന്നൊന്നും സുധിച്ചേട്ടൻ പൊതുസ്വത്തല്ലായിരുന്നല്ലോ ആർക്കും. അപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോഴല്ലേ സുധിച്ചേട്ടനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഇപ്പൊ ഈ കൊല്ലത്തെ വീട്ടുകാര് വരാത്തതിലും അവര് സഹകരിക്കാത്തതിലും അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു സഹകരണവും കാര്യങ്ങളും ഇല്ലാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ മെഡിസിൻ ഒക്കെ ഇത്രയും പൈസയും കാര്യങ്ങളോ എന്തെങ്കിലും ആയിട്ട് ഒരു 10 രൂപയെങ്കിലും വെച്ച് തരാത്തൊരു സാഹചര്യത്തില് ചേച്ചിക്ക് എന്താണ് ഇതിനകത്ത് ചേച്ചിയുടെ അവസ്ഥ ഞാൻ അതിന്റെ അവസ്ഥ നമ്മൾ എന്ത് പറയാം, ഞാനതല്ലേ പറഞ്ഞു, എങ്ങനെയൊക്കെയോ അവള് എല്ലാവരുടെയും വായിന്ന് ചീത്ത കേട്ടാണെങ്കിലും അങ്ങനെയൊക്കെയാണ് അവള് കുറച്ച് പൈസ ഉണ്ടാക്കിയത് കൊണ്ട് അതുകൊണ്ടാണ് അവിടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. പിന്നെ കുറച്ച് പേര് ആദ്യമൊക്കെ കുറച്ച് പേര് നല്ല മനസ്സുള്ള കുറച്ച് പേര് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ സഹായിക്കാൻ വരുന്നവരെ പോലും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരാണല്ലോ. പിന്നെ ബാക്കിയൊക്കെ ദൈവം നടത്തും. അല്ലാതെ അവര് തന്നില്ലെന്നും പറഞ്ഞ് നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് രേണുവിന്റെ അവസ്ഥ അറിയാമല്ലോ. രേണു ആരുടെ മുമ്പിൽ ഇതുവരെ അവള് കൈ നീട്ടിയിട്ടില്ല. അങ്ങനെ നീട്ടാഞ്ഞിട്ട് തന്നെ എന്തെങ്കിലും ഒരു ഫോട്ടോ എവിടെയെങ്കിലും കണ്ട അതിന്റെ അടിയിൽ വരുന്ന എന്നാന്നറിയാവോ, ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയേക്കുവാന്ന്. അപ്പൊ പിന്നെ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നാലത്തെ ഒരു ഇതും കൂടെ ആലോചിച്ച് നോക്കി. ഇപ്പൊ ബിഷപ്പായിട്ട് ഇപ്പൊ ഒരു നല്ലൊരു ബന്ധം തന്നെയാണ് ഇപ്പൊ ഉള്ളത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അന്നും ഇവള് പറഞ്ഞ പോലെ ഇപ്പൊ നേരിട്ട് രേണുവും ബിഷപ്പും തമ്മിൽ ഒരു വാഗ്വാദങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും രേണുവിന് വയ്യ ഇവിടെ കിടന്ന് ആദ്യം ഓടി വന്നത് ബിഷപ്പ് തന്നെയാണ്. അദ്ദേഹം വരുകയും ഇവിടെ ഇപ്പൊ വീട്ടിൽ പോയേക്കുവാന്ന് തോന്നുന്നു എന്തോ ആവശ്യമായിട്ട്. ഇവിടെ ഉള്ളപ്പോ മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം വന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവളെ ചേർത്ത് നിർത്തുന്നുണ്ട്, ഞങ്ങളെ പ്രാർത്ഥനയെ ചേർത്ത് നിർത്തുന്നുണ്ട്. അത് തന്നെയല്ലേ വലിയ കാര്യം. സോഷ്യൽ മീഡിയയിലാണ് ഇങ്ങനെ ആളിക്കത്തിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല സത്യം എന്നുള്ളത് നമുക്ക് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക ആളുകളോട്? അതെ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ഇങ്ങനെ പറയാം. പിന്നെ നമുക്ക് എത്ര പേരോട് നമുക്ക് പറയാൻ പറ്റും, നമ്മളെ കൊണ്ട് എത്ര പേരോട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ അതങ്ങ് വിട്ടു. പറയുന്നവര് പറഞ്ഞോട്ട് ഇപ്പോഴും പറയുന്നവര് പറഞ്ഞോട്ട് നമുക്കറിയാം, നമുക്കൊരു സത്യമുണ്ട്, അത് നമ്മുടെ വീട്ടുകാർക്ക് അറിയാം. അതിനേക്കാൾ എല്ലാത്തിലും ഉപരി ദൈവത്തിന് അറിയാം. അത് മതി. ഈ കിച്ചു കാണാൻ വരാത്തതില് ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നില്ല, ചേച്ചിക്ക് സങ്കടം ഉണ്ടെന്നുള്ളത് തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ സങ്കടം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇല്ല, വിചാരിച്ചിട്ട് കാര്യമില്ല. ഉണ്ടാകാതിരിക്കത്തില്ല. കാരണം നമ്മള് ഒന്നും കണ്ടിട്ടോ ഒന്നിനും വേണ്ടിയല്ല, നമ്മള് ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മുടെ മക്കളെ പോലെ ചേർത്ത് നിർത്തിയതാ. കാരണം അന്ന് അത് പറയാൻ കാരണം, ഒന്നും കണ്ടിട്ടില്ലെന്ന് പറയാൻ കാരണം, അന്ന് 11 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അത് 18 വയസ്സ് വരെ വിദ്യാഭ്യാസം ഉള്ള സമയത്താണ് ഞങ്ങൾ ചേർത്ത് പിടിച്ചത്. ഇന്ന് അവൻ ബിസിനസ്സായി. ഇപ്പൊ ചേർത്ത് പിടിക്കുന്നവരുടെ ഉദ്ദേശം ഞാൻ എന്തോ മുന്നോ അയ്യോ ഇതാണ് ഋതപ്പൻ. ഇവിടെ ഋതപ്പനെ കാണിക്കട്ടെ. ഋതപ്പ ഇതാരാടാ? ഋതപ്പ കുഞ്ഞാണോ? ഫുഡ് കഴിച്ചോടാ? കഴിച്ച് എന്താ കഴിച്ചേ? എന്താ കഴിച്ചേ? വാ ഇവിടെ ഇരുന്നോ. വിളിക്കണല്ലേ? എക്സാം ഒക്കെ ഇല്ലേ? കഴിഞ്ഞോ? കഴിഞ്ഞു ഋതപ്പ. കഴിഞ്ഞോ? നന്നായിട്ട് എഴുതിയോ? നേരെ പറ, ഉറക്കെ പറ. നന്നായിട്ട് എഴുതിയോ? ഫുൾ മാർക്ക്? പറഞ്ഞേ. ഫുൾ മാർക്ക് ഞങ്ങള് മേടിക്കും അല്ലേ? ഫുൾ മാർക്ക് മേടിക്കും. എന്നിട്ട് എല്ലാരെയും കൊണ്ടൊന്ന് പേപ്പറൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ. എനിക്ക് അയച്ചു തരോ പേപ്പർ കിട്ടി കഴിയുമ്പോ? ഓക്കേ. ഞങ്ങൾ ആ 11 വയസ്സുള്ള ഒരു കുട്ടിയെ ഞങ്ങളുടെ വീട്ടുകാരും എന്റെ ചേച്ചിയും ചേട്ടനും അവനെ മാറ്റി നിർത്തിയിട്ടില്ല. അന്ന് തൊട്ട് 18 വയസ്സ് 19 വയസ്സോളം ഞങ്ങൾ നോക്കി ഒന്നും കണ്ടിട്ടല്ല. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി കൊല്ലത്ത് പോയി നിന്ന് ഇല്ലേ, പ്രശ്നം ഉണ്ടാക്കത്തില്ല. സുധിച്ചേട്ടൻ എന്നെ വെച്ചേക്കോ? ഇല്ല. ഞാൻ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ അങ്ങനെ കണ്ടു. ഞങ്ങൾ ആരും അവന്റെ ഒന്നും കണ്ടിട്ടല്ല. പക്ഷെ ഇന്ന് അവന്റെ കൂടെ പറ്റിച്ചേർന്നിരിക്കുന്നവരും
എന്ത് കണ്ടിട്ടാന്ന് നമുക്ക് സാധാരണ വിവരമുള്ള മനുഷ്യർക്ക് മനസ്സിലാവും. എന്നെങ്കിലും കിച്ചുവിന് മനസ്സിലാവുമായിരിക്കും. ഇപ്പം സുധിച്ചേട്ടന്റെ ഒരു കാര്യം വന്ന ഒരു സമയത്ത് എന്താ പറയാ, ഇപ്പൊ കിച്ചും കൂടി ഉണ്ട്, അപ്പം ചേച്ചി സേഫ് ആയിരിക്കും, അല്ലെങ്കിൽ കിച്ചും കൂടി ഉണ്ട്, ഒരു മോനും കൂടി ഉള്ളതാണ് എന്നുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യം ഈ കല്യാണത്തിന്റെ ഒരു സമയം? ഇല്ല, ഒരിക്കലും അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. കിച്ചുവിനെ സൂചിച്ചേട്ടൻ ആദ്യം കൊണ്ടുവരുമ്പോ തന്നെ നമ്മള് വീട്ടിൽ അത് നേരത്തെ സൂചിച്ചേട്ടൻ ഇവള് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു മോനുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഒരു ഇത് വന്നുമില്ല, ഇന്നുമില്ല. ഇപ്പം അതിന്റെ പേരിലാണെങ്കിൽ തന്നെ കൊറേ എന്താ പറയാ, എനിക്ക് തോന്നുന്നു സീസൺ വൈസ് ആണ് ചേച്ചിയായിട്ടുള്ള വിവാദങ്ങൾ വരുന്നത്. ഒരിടയ്ക്കാണെന്നുണ്ടെങ്കിൽ മരിച്ച ആ ഒരു സമയത്ത് സ്പ്രേ ബോട്ടിൽ വിവാദം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറെ നാളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്പ്രേ ബോട്ടില് ചേച്ചി എറിഞ്ഞു ഉടച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ആളുകൾ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്ക് നമുക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ അല്ല എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് പുറത്തുള്ള ആൾക്കാർ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ചേച്ചിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വിഷമം തോന്നിയത് ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കത്തില്ല, എന്നേ ചത്തുപോയതിന്. പക്ഷെ അങ്ങനെ വിഷമം തോന്നിയ സമയങ്ങളുണ്ട് ആദ്യ സമയങ്ങളിലൊക്കെ. പിന്നെ അതൊക്കെ ഒരു എന്താ പറയാ, പണ്ട് ഞാൻ പറയുന്ന പോലെ ഓരോ നെഗറ്റീവ് കമന്റ് എനിക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരുന്നു. ആ സ്പ്രേ ബോട്ടിലിന്റെ കേസിൽ എന്തായിരുന്നു? പൊട്ടിച്ചു ചെയ്തിട്ട് അതെല്ലാം സൂക്ഷിച്ച് അതിൻ്റെതായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്കത് നമ്മുടെ ദേഹത്തടിക്കുന്ന സ്പ്രേ ബോട്ടിലല്ല ഒന്നാമത്തെ കാര്യം. അത് അദ്ദേഹത്തിന്റെ വിയർപ്പും അല്ലെങ്കിൽ ആ മരണസമയത്തുണ്ടായ ഷർട്ടാണ്, ഇട്ട ഷർട്ടാണല്ലോ, അന്ന് ഇട്ട ഷർട്ടാണ്. അപ്പം അങ്ങോട്ട് പോയപ്പോ ഇട്ട ഷർട്ടാണ് അത് ലാസ്റ്റ്. അപ്പം ആ ഷർട്ടിനകത്ത് എന്തായിരിക്കും കാണുന്നത്? പുള്ളിയുടെ യാത്ര ചെയ്തപ്പോൾ ഉള്ള വിയർപ്പ്, അതിന്റെ ആ സ്മെല്ലായിരിക്കും ആ പെർഫ്യൂമിനകത്ത്. അത് നമുക്ക് ദേഹത്ത് ഉപയോഗിക്കുന്ന പെർഫ്യൂം അല്ല, അത് ഒരു ഓർമ്മയ്ക്കായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് ഇല്ലേ, ഗിഫ്റ്റ് പോലെ വെച്ചേക്കുന്ന ഒരു സാധനം. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് അന്ന് പറയാനുള്ള പോലെ തന്നെയാണ് എന്നും പറയാനുള്ളത്. അത് നമ്മള് എറിഞ്ഞു പൊട്ടിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അത് അടിച്ചോണ്ട് നടന്ന കാര്യമോ ഒന്നുമില്ല. അത് അങ്ങനെ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെച്ചു. ഈ ഇമോഷൻസിനെ വളച്ചൊടിച്ച് വേറൊരു രീതിയിലാക്കി കണ്ടന്റ് ആക്കുന്ന ഒരു പരിപാടി അത് ഇനിയും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ഇപ്പം ഒരു തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കുത്തുന്ന ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാൻ, കാരണം അവരിങ്ങനെ കുത്തിക്കൊണ്ടേ ഇരിക്കും. കാരണം എന്നാന്ന് വെച്ചാൽ ഇപ്പൊ ഈ മൂന്നാമത്തെ കീമോ കഴിഞ്ഞിട്ട് അവള് 12 ദിവസം, മൊത്തം 12 ദിവസം കിടപ്പായിരുന്നു. ഈ 12 ദിവസം അവള് കിടന്ന സമയത്തൊന്നും ഒരുമാതിരി ഒന്നും ഒതുങ്ങിയിരിക്കുമായിരുന്നു, ആരും ഒന്നും പറയുന്നില്ല. 12ാമത്തെ ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു റീൽ ഇടുന്നു. അത് അവളുടേതായ സന്തോഷങ്ങളല്ല. ഈ അടകിടപ്പ് കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ അവൾക്കും കാരണം പുറത്തെങ്ങും ഈ കീമോ കഴിയുന്നോടം വരെ പുറത്തെങ്ങും പോകാൻ പറ്റത്തില്ല, ഈ ഒരു റൂമിനകത്ത് തന്നെയാണ്. പിന്നെ കുറച്ച് നേരം ഒന്ന് നടക്കാനിറങ്ങും. ഇവിടെ എല്ലാം കുറെ പുല്ലുള്ള സ്ഥലങ്ങളാണ് നടക്കാൻ. അപ്പം അന്ന് എഴുന്നേറ്റ് കഴിഞ്ഞൊരു റീലിട്ട് അന്ന് കുറെ പേര് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. അന്ന് അത്രയും ദിവസം ഒന്നും മിണ്ടാതിരിക്കുമായിരുന്നു. അപ്പൊ ഇവൾ എഴുന്നേക്കുന്ന കാണുമ്പോൾ പിന്നെ അതുകൊണ്ട് അവരോടൊന്നും പറയാനില്ല. കാരണം എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാൽ അവർ ഈ ചെയ്യുന്ന പ്രവൃത്തി അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടേയിരിക്കും. അല്ല, അവരങ്ങനെ ചെയ്താൽ മാത്രമാണ് ചേച്ചി എന്താ പറയാ തിരിച്ചു വരണം എന്നുള്ളൊരു തോന്നൽ. അത് എനിക്ക് തോന്നുന്നത് അത് നല്ലത് തന്നെ. അങ്ങനെ തുടർന്നാലാണ് ചേച്ചിക്ക് വരാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. അതെ.